കുടുംബക്കാരോട് സ്നേഹബന്ധം പുലർത്തണം, അനാഥകളോട് സ്നേഹബന്ധം പുലർത്തണം, മിസ്കീന്മാരോട് സ്നേഹബന്ധം പുലർത്തണം. നാട്ടിൽ മിസ്കീന്മാരായിട്ട് പലരും ഉണ്ടാകും. മിസ്കീന്മാരെ ഒന്നും കണ്ടില്ല എന്ന് വെക്കരുത്. മിസ്കീന്മാർക്ക് സേവനം ചെയ്യണം, മിസ്കീന്മാർക്ക് ഒത്താശ ചെയ്യണം. അഗതികളായ സാധുക്കളായ ആളുകൾ നമ്മുടെ പരിചയത്തിലുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും മിസ്കീന്മാർ. ആ മിസ്കീന്മാരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട ബഹുമാനങ്ങൾ നൽകണം. സുബ്ഹാനല്ലാഹ്, ഒത്താശകൾ ചെയ്യണം. ഉമ്മമാരെ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ ഐശ്വര്യം തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. തങ്ങൾ വഫാത്തായ ശേഷം കിട്ടിയ ഐശ്വര്യത്തിന് കണക്കില്ല. ഏത് സ്വഹാബി കച്ചവടം ചെയ്താലും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വാതിൽപ്പടിക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, ഉമ്മാ എടുത്തോളൂ, കച്ചവടം കഴിഞ്ഞ് വരികയാണ്, ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ചെറിയ സമ്പത്തുള്ള ആളല്ലല്ലോ, പക്ഷേ കച്ചവടം ചെയ്തിട്ട് ഓരോ ആഴ്ചയിലും നല്ലൊരു ലാഭത്തിന്റെ വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വാതിൽ പടിക്കൽ കൊണ്ടുവന്ന് വെച്ച് അവരോടത് എടുക്കാൻ വേണ്ടി പറയുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത് എന്നറിയില്ലേ? ബാക്കി നമ്മുടെ ഉമ്മമാരെന്താ ചെയ്തത് എന്നറിയില്ലേ? ആ കിട്ടിയ സമ്പത്തിൽ നിന്ന് അവർക്ക് വേണ്ടി 1 or 2 ദിർഹമോ സൂക്ഷിച്ചു വെച്ച് ബാക്കിയുള്ളത് അപ്പോൾ തന്നെ സാധാരണ ലിസ്റ്റിൽ എഴുതപ്പെട്ട മിസ്കീന്മാരിലേക്ക് വിവരം അറിയിച്ച് വിതരണം ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്, മിസ്കീന്മാരെ സ്നേഹിക്കുന്നത് അസ്സായി അലൽ അർമലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, മിസ്കീന്മാർക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെയല്ലേ? ചെറിയ പ്രതിഫലമല്ലല്ലോ ഉള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞില്ലേ, കൽഖായിമില്ലദീ ലാ യഫ്തുറു വകസ്സായിമില്ലദീ ലാ യഫ്തുറു. എന്നും പകല് നോമ്പ് നോൽക്കുന്ന നോമ്പുകാരനെ പോലെയാണ്, രാത്രി മുഴുവനും ക്ഷീണമില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരനെ പോലെയാണ്. പാവങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ട് അവരെ സഹായിക്കുന്നവർ നമ്മുടെ അയൽവാസികൾ പാവങ്ങളുണ്ടോ ഉമ്മമാരെ? പരിഗണിക്കാതെ വിട്ടേക്കല്ല. നമ്മുടെ കുടുംബങ്ങളിൽ മിസ്കീന്മാരില്ലേ? അയൽക്കാരിൽ മിസ്കീന്മാരില്ലേ? നാട്ടുകാരിൽ മിസ്കീന്മാരില്ലേ? നമ്മളെ പോലെ ഗതിയെത്താത്തവരില്ലേ? അവർക്കും വേണ്ടേ ജീവിതത്തിൽ പല സന്തോഷങ്ങളും? അവർക്കുള്ള സന്തോഷങ്ങൾക്ക് കാരണമായിട്ടാകണം അള്ളാഹു നമുക്ക് ഖൈർ തന്നത്. അവർക്കുള്ള സന്തോഷത്തിന് കാരണമായിട്ടാകണം അല്ലാഹ് നമുക്ക് ഗിന തന്നത്. നമ്മളെ കൊണ്ട് അവർക്കൊരു സന്തോഷം, അവർക്കൊരു സമാധാനം അത് ഉണ്ടാകണേ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു ദിവസം അതാ ഒരാൾ ഹദിയ കൊണ്ടുവന്ന് കൊടുക്കുന്നു. 2 ചാക്ക് നിറയെ അതിൽ ദിർഹമുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് 2 ചാക്ക് നിറയെ ദിർഹം കൊണ്ടുവന്ന് കൊടുത്തു. ഒരാൾ സംഭാവന ഉണ്ടെന്ന് കൊടുത്ത 2 ചാക്കിൽ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെ തന്നെ 2 ചാക്ക്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ആയിഷ ബീവിയെ സഹായിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയോട്, മോളെ, ഈ 2 ചാക്കിലുള്ളത് ഒന്ന് നീ എണ്ണി നോക്കുക എന്ന് പറഞ്ഞു. എണ്ണി നോക്കിയപ്പോ എത്ര ഉണ്ടെന്ന് അറിയാം? സുബ്ഹാനല്ലാഹ്, 1,80,000 ദിർഹം. കുറച്ചൊന്നല്ല, 1,80,000 ദിർഹം. ആയിഷ റളിയല്ലാഹു അൻഹ ലിസ്റ്റ് കൊടുക്കുന്നു. സാധാരണ വിളിക്കുന്ന മിസ്കീന്മാര്, കടബാധ്യതയുള്ളവര്, യതീമുകള്, അതുപോലെ തന്നെ മുഹാജിരീങ്ങളിൽപ്പെട്ട ഫുഖറാ, അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അവരോടൊക്കെ വരാൻ പറയൂ എന്ന് പറയുന്നു. അവരെല്ലാവരെയും ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുറ്റത്തേക്ക് വിളിപ്പിക്കുന്നു. 1,80,000 ദിർഹം ആ വീട്ടിലെത്തുന്നത് സഹോദരങ്ങളെ ളുഹറിന്റെ തൊട്ടു മുമ്പാണ്. നമ്മൾ ആലോചിക്കണം, അവരൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്തത്,
അതിന്റെ ഒരു ചെറിയ തരി ചെയ്യാനായാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. അതിനൊക്കെ നമുക്ക് കഴിയില്ല, അവരോളം എത്താൻ നമുക്ക് ആകൂല. ഒരു ദിവസത്തതാണ് ഞാനീ പറയുന്നത്, ഹദീസിലുള്ളത്. 40 വർഷത്തെ ജീവിതത്തിലുള്ളതല്ല, ഒരൊറ്റ ദിവസത്തെ സംഭവമാണ് പറയുന്നത്. അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ ആ പണിക്കാരിയായ പെൺകുട്ടി വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ 2 ദിർഹം തരുമോ? എന്തിനാ മോളെ 2 ദിർഹം? നിങ്ങൾക്ക് നോമ്പല്ലേ, സുന്നത്ത് നോമ്പാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ലഹ്മ് വാങ്ങാനാണ്, ഇറച്ചി വാങ്ങാനാണ്, മാംസം വാങ്ങാനാണ്. 2 ദിർഹം തരുമോ? ആയിഷ ഉമ്മയുടെ മറുപടി എന്താണെന്നറിയോ? കുറച്ച് നേരത്തെ പറയണ്ടേ മോളെ, കൊടുക്കുമ്പോ എന്റെ മനസ്സിലുള്ളത് ഒറ്റൊന്നും ബാക്കിയായി കൂടാനാണ്. മുഴുവനും കൊടുത്തു തീർത്തുപോയി. 1,80,000 ദിർഹം ഒരു ദിവസത്തെ 2 വക്തിന് ഇടയില്. സുബ്ഹാനല്ലാഹ്, മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവ് ചെയ്തു പോയി. എത്രയാണ് അവര് പാവങ്ങൾക്ക് വേണ്ടി, മിസ്കീന്മാർക്ക് വേണ്ടി, യതീമുകൾക്ക് വേണ്ടി അധ്വാനിച്ചതും കൊടുത്തതും പ്രവർത്തിച്ചതും. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്നതിൽ നിന്ന് അവർക്കൊക്കെയുള്ള ഹക്കും വീട്ടിയിട്ട് സ്വാലിഹീങ്ങളിൽ ചേരണം. അല്ലാഹുവിനോടുള്ള ഹക്കും, അതേ ബാധ്യതയായിട്ടുള്ള ആയത്തിൽ നേരത്തെ എണ്ണിപ്പറഞ്ഞ ആളുകളോടുള്ള ബാധ്യതയും അത് നിറവേറ്റിയിട്ട് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് പറ്റുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാര്, നേതാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും, ഉമ്മമാര്, പെങ്ങന്മാര്, ചെറുപ്പക്കാരികൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.